നിയമസഭാ തെരഞ്ഞെടുപ്പ് അവലോകനത്തിലേക്ക് കടന്ന ഇടതുമുന്നണി CPI നേതൃയോഗങ്ങൾ തുടങ്ങി. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെ ചേരും. ജില്ലാ കമ്മിറ്റികൾ നൽകിയ ബൂത്ത് അടിസ്ഥാനത്തിലുള്ള കണക്കുകൾ നേതൃയോഗങ്ങളിൽ വിശകലനം ചെയ്യും. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ലെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി വോട്ട് ശതമാനം പ്രസിദ്ധീകരിച്ചിട്ടില്ലെങ്കിലും കണക്കുകൂട്ടലുകളിലേക്ക് കടക്കുകയാണ് ഇടതുമുന്നണി. CPI സെക്രട്ടേറിയറ്റ് എക്സിക്യൂട്ടീവ് യോഗങ്ങളാണ് ഇന്ന് നടക്കുന്നത്. 14 ജില്ലാ കമ്മിറ്റികൾ നൽകിയ ബൂത്ത് അടിസ്ഥാനത്തിലുള്ള കണക്കുകൾ യോഗം വിലയിരുത്തും. മത്സരിച്ച 17 മണ്ഡലങ്ങളിൽ 10 വിജയമുറപ്പെന്നാണ് പാർട്ടിയുടെ പ്രാഥമിക വിലയിരുത്തൽ. മന്ത്രിമാരായ K രാജൻ, J ചിഞ്ചുറാണി എന്നിവർ മത്സരിച്ച ഒല്ലൂരും ചടയമംഗലത്തും കടുത്ത മത്സരം നേരിട്ടതായാണ് ജില്ലാ കമ്മിറ്റികളുടെ വിലയിരുത്തൽ. പീരുമേട്, തൃശൂർ, നാദാപുരം മണ്ഡലങ്ങളിൽ വിജയം എളുപ്പമല്ലെന്നും കണക്കുകൂട്ടുന്നു. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ലെന്നാണ് നിലവിൽ CPIയുടെ വിലയിരുത്തൽ. CPI മാത്രമല്ല LDF ആകെ തന്നെ തികഞ്ഞ പ്രതീക്ഷയോടെയാണ് ഫലം കാത്തിരിക്കുന്നത്. എന്തായാലും ഞങ്ങൾക്ക് ഉറപ്പാണ്, ജനങ്ങൾ LDFന്റെ മൂന്നാം കൂടെ ഉറപ്പാക്കിയിട്ടുണ്ട്. നാളെയാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത്. ബൂത്ത് അടിസ്ഥാനത്തിലുള്ള കണക്കുകൾ CPMഉം അവലോകനം ചെയ്യും. ഭരണവിരുദ്ധ വികാരമില്ലെന്ന വിലയിരുത്തലിലാണ് CPM നേതാക്കളും. 85 മുതൽ 90 വരെ സീറ്റ് നേടി വീണ്ടും അധികാരത്തിലെത്താൻ കഴിയുമെന്നാണ് CPM പ്രതീക്ഷ. 71 മണ്ഡലങ്ങളിൽ ഇടതുമുന്നണി വലിയ മത്സരമില്ലാതെ വിജയിക്കും. 45 മണ്ഡലങ്ങൾ UDF ഉറപ്പായും നേടുമെന്നും CPM കണക്കുകൂട്ടുന്നു. 23 ശക്തമായ മത്സരമെന്നും CPM നേതാക്കൾ വിലയിരുത്തുന്നു. മറ്റ് ഘടകകക്ഷികൾ കൂടി തെരഞ്ഞെടുപ്പ് അവലോകനം പൂർത്തിയാക്കിയ ശേഷം ഇടതുമുന്നണി യോഗം ചേരും. മീഡിയ 1 തിരുവനന്തപുരം.